ബിജെപിയുടെ ഒരു യോഗം കോഴിക്കോട് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല കെ സുരേന്ദ്രനെ പോലെ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം പറയുന്നത് ഓരോ വാർഡുകളിലും പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വാർഡ് തലത്തിൽ ഉൾപ്പെടെ ബിജെപിയുടെ സ്റ്റേറ്റ് നേതാക്കൾ തന്നെ നേരിട്ട് എത്തിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അനഘ, എന്തൊക്കെ കാര്യങ്ങളാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്? ഗൗതം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും അത് ബിജെപിയുടെ മുന്നിലില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, എല്ലായിടത്തിലും വാർഡ് തലത്തിൽ ബിജെപി സുസജ്ജമാണ് ഇലക്ഷനെ നേരിടാനെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതുമുണ്ട്. പല LDFും UDFും ഭരിക്കുന്ന പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഒന്നും തന്നെ ഈ പദ്ധതികൾ പലതും നടപ്പിലാക്കുന്നില്ല. ഇനി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ക്രെഡിറ്റ് അത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ UDFും ഒക്കെ അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഇവിടത്തെയുള്ള സാധാരണക്കാരന്, ഏറ്റവും സാധാരണക്കാരന് അനുയോജ്യമാകുന്ന, അവന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കളത്തിലിറങ്ങുക എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രമായിരിക്കും ഓരോ സ്ഥലത്തും നിർത്തുക എന്നുള്ളതാണ്. അതായത് വിജയം മാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യം എന്നുകൂടി പറയുന്നുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യം, വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ബിജെപി മുന്നിട്ടിറങ്ങുക എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM കോൺഗ്രസ് സഖ്യം ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ പലയിടത്തും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ ഒരു സഖ്യവും ഇല്ലെന്ന് കോൺഗ്രസ് പലയിടത്തും പറയുന്നുണ്ടെങ്കിലും, പരസ്യമായ ധാരണ ഇല്ലെന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും, രഹസ്യമായി ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ തന്നെ ഈ കോൺഗ്രസിന് സഖ്യമുണ്ട്. അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയണമെന്ന് കൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് ഇനി ഈ ഉടൻ തന്നെ ഈ BJP സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നുകൂടി ഈ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കൃത്യമായി തന്നെ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിക്കുമെന്ന് പാർട്ടിക്ക് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെയാണ് കോഴിക്കോട് നിർത്തുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എല്ലായിടത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം. അതിന് പാർട്ടി സജ്ജമായിരിക്കുന്നു, സുസജ്ജമാണ് തങ്ങളെന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കാസർഗോഡിന്റെ വിശദാംശങ്ങൾ കൂടി അനഘയിൽ നിന്നും ഞങ്ങൾ തേടുകയാണ്. കാരണം കാസർഗോഡ് എന്ന് പറയുന്നത് BJPയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. 1980 പാർട്ടി രൂപീകൃതമാകുന്നതിന് ശേഷം നടന്നേക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ മഞ്ചേശ്വരത്തും കാസർഗോഡും BJP രണ്ടാം സ്ഥാനത്തെത്തുകയാണ് വർഷങ്ങളായിട്ട് തന്നെ. അപ്പോൾ അനഘ, നിലവിൽ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആണെങ്കിലും മഞ്ചേശ്വരം മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവിടെ മുഖ്യ പ്രതിപക്ഷമാണ് BJP. അപ്പോൾ ഈ തവണ അത് ഒരു ഭരണപക്ഷം എന്ന നിലയിലേക്ക് ഉയരുവാനുള്ള ശ്രമങ്ങളായിരിക്കുമല്ലോ കാസർഗോഡ് പോലെ BJPയുടെ ഏറ്റവും പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ അവർ ശ്രമിക്കുക. കാസർഗോഡ് എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? പറയൂ അനഘ. ഗൗതം, BJPക്ക് ഏറെ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. നിലവിൽ 38 പഞ്ചായത്തുകളാണ് കാസർഗോഡ് ഉള്ളത്. അതിൽ നിലവിൽ ഭരിക്കുന്നത് 19 പഞ്ചായത്തുകളിൽ ഭരിക്കുന്നത് LDF ആണ്. അതുപോലെ UDF 16. BJP 3 കാസർഗോഡ് 3 പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11 പഞ്ചായത്തുകളിൽ ജില്ലയിൽ ഉടനീളം BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. ഈ 3 പഞ്ചായത്തിൽ നിലവിൽ BJP ഉണ്ട്. ഈ BJP ഭരിക്കുന്ന പഞ്ചായത്താണ് കാറടുക്ക, മധൂർ, ബെള്ളൂർ തുടങ്ങിയ 3 പഞ്ചായത്തുകളിലാണ് BJP ഭരിക്കുന്നത്. ഈ ശക്തമായ സ്വാധീനമുള്ള ഈ 11 പഞ്ചായത്തുകളിലും കൃത്യമായി ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഈ മാസങ്ങൾക്ക് മുൻപേ തന്നെ BJPയുടെ നേതൃത്വത്തിൽ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 11 സീറ്റുകളിൽ, ഈ 11 പഞ്ചായത്തുകളിലും കൃത്യമായി തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക, അങ്ങനെ കൃത്യമായി ഈ 38 പഞ്ചായത്തുകളിലും ഈ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്ക് ഉള്ളത്. മാത്രമല്ല, ഈ കാസർഗോഡിനെ സംബന്ധിച്ച് നിലവിൽ ഈ LDF ഇടതുപക്ഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള 2 പേരെയാണ് ഇടതുപക്ഷം നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലാണ് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് UDFും BJPയും ഒന്നും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും BJPയുടെ ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കാസർഗോഡിനെ സംബന്ധിച്ച് ഈ UDFിൽ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മുസ്ലിം ലീഗും UDFും തമ്മിൽ സീറ്റ് തർക്കം വലിയ രീതിയിൽ കാസർഗോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ UDFിന് അത് വലിയ തലവേദനയാണ്.
മറ്റൊന്ന്, അതൊക്കെ തന്നെ കൃത്യമായി വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 11 പഞ്ചായത്തുകളിലും ഒന്നാമതെത്തുക എന്നുള്ളതാണ് BJPയുടെ കാസർഗോഡിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുക. ഗൗതം, യെസ്, അത് തന്നെയാണ്. കാസർഗോഡ് ഇത്തവണ BJP വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിൽ BJP ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു. വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP 2ാം സ്ഥാനത്ത് വളരെ നേരിയ മാർജിനിൽ ഏതാണ്ട് 85 വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ 2016 പരാജയപ്പെടുന്നത്. വളരെ നേരിയ വോട്ടാണ്. അപ്പോൾ രോഹിണി, ഇനി എങ്ങോട്ടാണ് പോകുന്നത്?